السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الصلاة والسلام عليك يا سيدي يا رسول الله. ബഹുമാനവും ആദരവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുഅ്മിൻ മുഅ്മിനാത്തുകൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. അതല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഷാമിൽപ്പെട്ട ഒരു യഹൂദി ശനിയാഴ്ച ദിവസം തന്റെ ഗ്രന്ഥമായ തൗറാത്ത് എടുത്തിങ്ങനെ വായിക്കാൻ തുടങ്ങുന്നു. എങ്ങനെ വായിക്കുന്ന സമയത്താണ് 4 സ്ഥലത്തിൽ മുഹമ്മദ് എന്ന പേരിനെ പുകഴ്ത്തി പറയുന്നത്. ഇത് കണ്ട് ദേഷ്യം പിടിച്ച യഹൂദി 4 സ്ഥലത്തിനെയും പറിച്ചു കളയുന്നു. പിറ്റേ ശനിയാഴ്ച 8 സ്ഥലത്തിൽ മുഹമ്മദ് എന്ന പേര് കാണുന്നു, പിന്നെയും പറിച്ചു കളയുന്നു. പിറ്റേ ശനിയാഴ്ച 12 സ്ഥലത്തിൽ മുഹമ്മദ് എന്ന പേരിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ യഹൂദിക്ക് ഹബീബായ തങ്ങളോട് സ്നേഹം തോന്നുകയാണ്. യഹൂദി ചിന്തിക്കുന്നു, ആരാണീ മുഹമ്മദ്? ഇങ്ങനെ മുഹമ്മദ് പേരുള്ള എല്ലാത്തിനെയും പറിച്ചു കളഞ്ഞാൽ തൗറാത്ത് മുഴുവനും പരിചരിയേണ്ടി വരും എന്ന് ചിന്തിച്ച് രാപ്പകൽ യാത്ര ചെയ്തു പോകുന്നു ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ കാണുന്നു നല്ല ഭംഗിയുള്ള സൽമാനുൽ ഫാരിസി തങ്ങളെ. ഇതെന്തായാലും മുഹമ്മദ് ആയിരിക്കാമെന്ന് ചിന്തിച്ച് സൽമാൻ തങ്ങളോട് പോയി ചോദിക്കുന്നു, നിങ്ങൾ മുഹമ്മദാണോ? സൽമാൻ തങ്ങൾ കരയാൻ തുടങ്ങി. കാരണം ഹബീബായ തങ്ങൾ വഫാതായിട്ട് വെറും 3 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. സൽമാൻ തങ്ങൾ പറയുന്നു, ഞാനല്ല മുഹമ്മദ്, നിങ്ങൾക്ക് ഞാൻ മുഹമ്മദ് നബി തങ്ങളെ അനുയായികളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നേരെ മദീനയിലുള്ള സ്വഹാബികളെ മുമ്പ് പോയി നിർത്തിയപ്പോൾ ഇക്കൂട്ടത്തിൽ എന്തായാലും മുഹമ്മദ് ഉണ്ടാകാമെന്ന് ചിന്തിച്ച് അസ്സലാമു അലൈക്കും യാ മുഹമ്മദ് എന്നുറക്കെ സലാം പറയുന്നു. മദീനയാകെ നിശബ്ദമായി. സ്വഹാബകൾ മുഴുവനും കരയാൻ തുടങ്ങി. കൂട്ടത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്ന് ചോദിക്കുന്നു, ഏത് നാട്ടുകാരനാണ് നീ? ഹബീബായ തങ്ങളെ വഫാതായതറിയില്ലേ? ഇത് കേട്ട യഹൂദി ഞെട്ടിപ്പോകുന്നു. യഹൂദി പറയുന്നു, യാ ലൈത ഉമ്മീ ലം തലിദ്നി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പ്രസവിച്ചത് കൊണ്ടല്ലേ ഞാൻ തൗറാത്ത് വായിച്ചത് കൊണ്ടല്ലേ മുഹമ്മദ് എന്ന പേര് കണ്ടത് കൊണ്ടല്ലേ അവിടത്തെ കാണാൻ വേണ്ടി വന്നത്. പക്ഷേ ഇവിടെ വന്നാലോ മുഹമ്മദ് നബി ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ അവസാനം ഹബീബായ തങ്ങളെ ജുബ്ബ കൊണ്ടുവന്ന് കൊടുക്കുന്നു ചുംബിക്കാൻ. ആ ജുബ്ബവുമായി നേരെ ഹബീബായ തങ്ങളെ ദർബാറിൽ പോയി ഷഹാദത്തും പറഞ്ഞ് ജുബ്ബം ചുംബിക്കുന്നു. യഹൂദി പറയുന്നു, എന്ത് സുഗന്ധമാണ് ഈ ജുബ്ബത്തിന്! ഹബീബായ തങ്ങളെ ധരിച്ച ജുബ്ബത്തിന് ഇത്ര സുഗന്ധമുണ്ടെങ്കിൽ അവിടുത്തെ ശരീരത്തിന് എത്ര സുഗന്ധമുണ്ടാകാമെന്ന് പറഞ്ഞ്, റബ്ബേ ഈ സുഗന്ധം നീങ്ങുന്നതിന് മുമ്പായി എന്നെയൊന്ന് നീ മരിപ്പിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് ആ ജുബ്ബം ചുംബിക്കുന്നു. റബ്ബേ ഈ സുഗന്ധം നീങ്ങുന്നതിന് മുമ്പായി എന്നെ നീ മരിപ്പിക്കണേ അല്ലാഹ്. അതാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അയാൾ അങ്ങ് വഫാതാകുന്നു. സ്വഹാബികളെ ജനാസ കുളിപ്പിക്കുന്നു, നിസ്കരിക്കുന്നു, ജന്നത്തുൽ ബഖിയിൽ കൊണ്ടുപോയി മറമാടുന്നു. അതാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങളെ മനസ്സിലാക്കിയ ഒരാൾക്കും അവിടത്തെ എതിർക്കാനോ അവിടത്തെ സ്നേഹിക്കാതിരിക്കാനോ കഴിയില്ല. അതുകൊണ്ട് അവിടുത്തെ ധാരാളം സ്നേഹിക്കാനും അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും സൃഷ്ടാവായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ബാക്കിലേക്ക് വിരാമം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.